കർമ്മ ആസ്ട്രോളജർ അനൂപ് അഗ്നിശർമ്മൻ തന്ത്രികൾ ആറ്റിങ്ങൽ. കൊട്ടാര പാരമ്പര്യ ജ്യോതിഷ പരമ്പരയിലെ ഇളമുറക്കാരൻ മുൻ ജന്മ പാപ കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനി, എന്താണ് ഈ പൂർവജന്മ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഈ ദോഷങ്ങളെക്കുറിച്ച് ഒന്ന് പറയുമോ തിരുമേനി? ഒന്ന് തീർച്ചയായും. പഞ്ചഭൂതങ്ങളെയും അഷ്ടദിക്പാലകന്മാരെയും പിതൃക്കളെയും പൂർവികരെയും ഉപാസനാമൂർത്തികളെയും ഇന്ദ്രാദി സർവദേവതന്മാരെയും വരാഹമിഹരാചാര്യനെയും പരാശര ഗുരുവിനെയും വണങ്ങി, ജന്മം തന്ന മാതാപിതാക്കളെയും ജ്ഞാനം തന്ന ഗുരുക്കന്മാരെയും വണങ്ങി എല്ലാവർക്കും ഹൃദയം കൊണ്ട് നമസ്കാരം. പൂർവജന്മ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വളരെ വിശാലമായ ഒരു ശാസ്ത്രശാഖയാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡമണ്ഡലത്തെ 12 ഭാഗങ്ങളായി ഭാഗിച്ചുകൊണ്ട്, അതായത് 12 രാശിചക്രങ്ങളും 27 നക്ഷത്രങ്ങളെയും 9 ഗ്രഹങ്ങളെയും ഗുളികൻ എന്ന് പറയുന്ന മറ്റൊരു ഗ്രഹത്തെയും ചിന്തിച്ചുകൊണ്ട് 12 രാശിചക്രങ്ങളിൽ ഈ 10 ഗ്രഹങ്ങളെ ഭൂമിയെ സ്വാധീനിച്ചുകൊണ്ട് നമുക്ക് ഫലചിന്തനയ്ക്ക് എടുക്കാം. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പഞ്ചഭൂതങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരാത്മാവ് ഈ ഭൂമിയിലേക്ക് പിറക്കാനായിട്ട് ഇടയാകുക. അപ്പോൾ ഒരു ജന്മം മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജന്മം മാത്രമല്ല, എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ യുഗങ്ങൾ തന്നെ നമുക്കറിയാം, 4 യുഗങ്ങൾ അല്ലേ? സത്യയുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ. അപ്പൊ ഈ യുഗത്തിൽ തന്നെയും നമ്മൾ ഉണ്ടായിരുന്നു, ഓരോ ആത്മാക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സത്വയുഗ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശുദ്ധമാകുന്ന ആത്മാക്കളായിരുന്നു അന്ന്. അടുത്ത യുഗത്തിലേക്ക് കടക്കുമ്പോഴേക്കും അല്പം കളങ്കം ബാധിക്കും. ഒരു 3/4% ശുഭവും 1/4% പാപകർമ്മങ്ങൾ ബാധിക്കാനായിട്ട് ഇടവരാം. ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോഴെന്തായിരിക്കും അവസ്ഥ? പകുതി കർമ്മങ്ങളിലേക്ക് വരും. അതായത് നമ്മള് ഈക്വലായ രീതിയിൽ പുണ്യപാപങ്ങൾ ഉണ്ടാവും പ്രവർത്തികൾ കൊണ്ട്. കലിയുഗം എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അല്പശതമാനം നന്മകർമ്മങ്ങളും 3/4% ദോഷകർമ്മങ്ങളുമാകും ഇവിടെ സംഭവിക്കുക. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ദോഷകർമ്മങ്ങളും അക്രമങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമാകുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നതിന്റെ കാര്യങ്ങൾ. അപ്പം ഈ ശാസ്ത്രം നമ്മുടെ ഋഷീശ്വരന്മാര് മുമ്പ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ദ്വാപര യുഗ കാലഘട്ടത്തില് ജ്യോതിഷത്തിന് പ്രചാരം വളരെ കൂടി. ഋഷീശ്വരന്മാര് ഈ ശാസ്ത്രത്തെ നേരത്തെ തന്നെ കണ്ടെത്തി മുമ്പ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഇനിയും എന്തൊക്കെ നടക്കും എന്നും ഋഷീശ്വരന്മാര് നേരത്തെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്രത്തെ കണ്ടെത്തിയ 18 സിദ്ധന്മാരാണ്. 18 സിദ്ധന്മാര് ജ്യോതിഷശാസ്ത്രത്തെ പറ്റി കൃത്യമായ രീതിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങളെ പറ്റിയും ആ ഗ്രഹങ്ങളിലുള്ള കാര്യങ്ങളും, ജീവജാലങ്ങളുണ്ടോ, അവിടെ ഖരവസ്തുവുണ്ടോ, ദ്രാവക വസ്തുവുണ്ടോ, ജലമുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാര് അവരുടെ ജ്ഞാനം കൊണ്ട് മുൻകൂട്ടി തന്നെ കണ്ടെത്തി എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്ത് കാര്യത്തിലാണോ എഴുതി വെക്കാൻ പറ്റുന്നത് അവിടെ എഴുതി വെച്ചു, അന്നത്തെ ഭാഷയിൽ. പിൽക്കാലത്ത് അത് വിവർത്തനം ഉണ്ടായിട്ടുണ്ട്. തമിഴിലേക്കും സംസ്കൃതങ്ങളിലേക്കും അല്ല, എന്ത് ഭാഷകളിലാണോ അതിലേക്ക് രചിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് സൂര്യസിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി, മനസ്സിലായോ? അപ്പൊ സൂര്യൻ എന്ന് പറയുന്നതാണ് ജ്യോതിഷ സിദ്ധാന്തത്തിലെ ആദ്യത്തെ ഗുരുവാണ് സൂര്യൻ. അപ്പം അപ്പൊ ഈ കബഡി എന്ന് പറയുന്ന സംഭവം തന്നെ കൂർമാണ്, ആമയാണ്. അപ്പൊ ഈ കബഡി എന്ന് പറയുന്നത് ആമയുടെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഈ സാക്ഷാൽ നാരായണനാണിത്.
അപ്പം ഈ കവടി എന്ന് പറയുന്ന ആ ഈ സത്യമായ കാര്യത്തെ, ഈ കൂർമ്മത്തെ ആ നമ്മള് ഇങ്ങനെ കറക്കുക, ആ അതായത് മഥിക്കുക എന്നാ പറയുന്നത്. അത് ശരി. ആ അതായത് പാലാഴി മഥനം നടക്കുമല്ലോ. ആ ആ അപ്പൊ എന്താണ്, കൂർമ്മത്തിന്റെ പുറത്താണ് ആ ഈ മല വെച്ചിട്ട് ആ പാമ്പിനെയും കൊണ്ട് ചുറ്റി ആ ആ ഒരു സൈഡിൽ ദേവന്മാരും ഒരു സൈഡില് അസുരന്മാരും. അപ്പം ദേവന്മാരുടെ കർമ്മങ്ങളെ നമ്മുടെ ശുഭകാര്യങ്ങളെയും ആ. അസുരന്മാരുടെ കർമ്മങ്ങളെ നമ്മളുടെ ദോഷകാര്യങ്ങളെയും ചിന്തിക്കണമെന്നാണ്. ഓക്കെ. അപ്പൊ ഇതൊരു മഥനമാണ്. ഓ ശരി. നമ്മളിലുള്ള നല്ലതും ചീത്തതുമായ കർമ്മകാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ വെളിവാക്കി തരണം എന്നുള്ളതിന്റെ സിമ്പലാണ് ആ ഈ കൂർമ്മം. ഓ അത് ശരി. മനസ്സിലായി? അതാണ് ഈ കവടി. ആ അപ്പൊ ഇതിലെ നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരുവന്റെ നല്ലതും ചീത്തതും ശുഭവും അശുഭവുമാകുന്ന കർമ്മകാര്യങ്ങളെ മതിച്ച് വെളിവാക്കി തരാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു ക്രിയയാണ് ഈ കവടി പ്രശ്നം എന്ന് പറയുന്ന ശരി ശരി. കാര്യങ്ങൾ. ആ ആ ആ